യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവകൃപയാൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 തിരുവചനം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുമ്പോൾ, അവരുടെ പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ കൂടെയുള്ള കർത്താവിനെ പറഞ്ഞു വിടുമ്പോൾ, ആ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങളുടെ കർത്താവിനോട് യാചിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ശിഷ്ടജീവിതം അനുഗ്രഹപ്രദമായി മാറും. പങ്കുവയ്ക്കുന്ന സ്നേഹം. ജോബ് അതാണ് ചെയ്തത്. തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആലോചിക്കാതെ, വിലപിക്കാതെ, തന്നെ ഒറ്റപ്പെടുത്തിയ, തന്നെ പരിഹസിച്ച തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ, ജോബിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ആ കർത്താവിനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഐശ്വര്യം ഇരട്ടിയായി ദൈവം തിരികെ കൊടുക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കൂടെയുള്ള കർത്താവിനെ, ആ കർത്താവിൻ്റെ അടുക്കൽ മറ്റുള്ളവരുടെ കാര്യം കൂടി പറഞ്ഞ് ആ കർത്താവിലൂടെ അവർക്കും അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഐശ്വര്യം ദൈവം ഇരട്ടിയായി തരുന്നതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.